Hi, welcome to the Business and Data Analytics training session from A Square Technologies. So, in the demo session, ബിസിനസ് അനാലിറ്റിക്സ് എന്താണ്, ഡാറ്റ അനാലിറ്റിക്സ് എന്താണ്, അതിന്റെ റിലവൻസ് എന്താണ്, കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ ലെറ്റ് us സ്റ്റാർട്ട്. സോ ബിഫോർ സ്റ്റാർട്ടിംഗ് എ സ്ക്വയർ ടെക്നോളജീസിനെ പറ്റിയുള്ള ഒരു ബ്രീഫ് ജേർണി ഞാൻ പറയാം. നമ്മൾ 2012 ഒരു സോളോ കോർപ്പറേറ്റ് ട്രെയിനിങ് പ്രൊവൈഡർ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ദെൻ 2013 വി ഹാവ് എക്സ്പാൻഡഡ് ദ ഹൊറൈസൺസ്. മിഡിൽ ഈസ്റ്റ് മാർക്കറ്റിൽ നമുക്ക് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചു. ആൻഡ് ഇൻ 2014 വി were able to provide specialized training for a major client in Jamaica. 2016 ഏഷ്യ പസഫിക് റീജിയനിൽ നമുക്ക് ട്രെയിനിങ്സ് പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചു. ആൻഡ് thereby enhancing the global reach. 2019 എ സ്ക്വയർ ടെക്നോളജീസ് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒഫീഷ്യലി രജിസ്റ്റേർഡ് ഇൻ 2019. കൊച്ചിനിൽ നമ്മൾ ഫ്രഷേഴ്സിനെയും അതുപോലെ തന്നെ കരിയർ ബ്രേക്ക് എടുത്തിട്ടുള്ള ഇൻഡിവിജ്വൽസിനെയും പ്രൊഫഷണൽസിനെയും ഹെൽപ്പ് ചെയ്യാനായിരുന്നു ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. 2020 നമ്മുടെ ടീം ഗ്രോ ആയി, കൂടുതൽ ഫാക്കൽറ്റീസ് നമുക്ക് ജോയിൻ ആയി, കോഴ്സസിൽ ഡൈവേഴ്സിറ്റി കൊണ്ടുവരാൻ പറ്റി. 2022 നമ്മൾ ഹൈബ്രിഡ് ലേണിംഗ് മോഡലിലേക്ക് മാറി, ഓഫ്ലൈൻ ആസ് വെൽ ആസ് ഓൺലൈൻ സെഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി. 2023 നമുക്ക് അക്കാഡമിക് കൊളാബറേഷൻസ് കിട്ടി. ലൈക്ക് അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഇന്റേൺഷിപ്സും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2023 2024 കാക്കനാട് ഇൻഫോ പാർക്കിനടുത്തുള്ള 3000+ സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റി. ആൻഡ് വി ഹാവ് അറൌണ്ട് 12+ പ്രൊഫഷണൽസ് ഇൻ അവർ ടീം. 2025 ഒരു ഡെവലപ്മെന്റ് കമ്പനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. സോ പ്ലേസ്മെന്റ്സ് ബൂസ്റ്റ് ചെയ്യാന്നുള്ളത് തന്നെയാണ് നമ്മുടെ മെയിൻ റീസൺ. ആൻഡ് 100% ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ അവർ സ്റ്റുഡൻസ്. സോ ദാറ്റ് ഈസ് അവർ മോട്ടോ. ആൻഡ് the journey still continues. Okay, so let us come to analytics. സോ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു ടേം ആയിരിക്കും അനാലിറ്റിക്സ്. ബട്ട് വാട്ട് ഈസ് അനാലിറ്റിക്സ് എന്നുള്ളതിനെ പറ്റി ഒരു ക്ലിയർ ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവില്ല. സോ ഫോർ യു ഗൈസ് ഈ സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഒരു 100 crore ഡിസിഷൻ നിങ്ങൾക്ക് 5 minutes എടുക്കാൻ പറ്റുമോ? സപ്പോസ് നിങ്ങളെ ഇന്ന് ഒരു ദിവസത്തേക്ക് സ്വിഗ്ഗിയുടെ സിഇഒ ആയിട്ട് അപ്പോയിന്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഈ ഒരു ഡേ കൊണ്ട് നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റും. അതായത് ഏത് സിറ്റിയിലാണ് ഏറ്റവും കൂടുതൽ ഡെലിവറി പാർട്ട്നേഴ്സ് വേണ്ടത്, ഏത് ഏരിയയിലാണ് നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്, ഏത് റെസ്റ്റോറൻറ്റിലാണ് കസ്റ്റമേഴ്സ് ലോസ് ആയിക്കൊണ്ടിരിക്കുന്നത്, ഏത് ഡെലിവറി പാർട്ട്ണർ ആണ് ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നത്. പെട്ടെന്ന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 100 crore ബഡ്ജറ്റിലുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ പറഞ്ഞാൽ ഡെഫിനറ്റ്ലി യു വിൽ നോട്ട് ബി ഏബിൾ ടു ഡു ഇറ്റ് ഇൻ 5 minutes. ബട്ട് ഇതേ കാര്യം ചെയ്യാനായിട്ട് ഒരു അനലിസ്റ്റ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ അനാലിറ്റിക്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ വിത്തിൻ 5 minutes ഓർ ഈവൻ ലെസ് നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഡിസിഷൻസ് എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അനാലിറ്റിക്സ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് എക്സാക്ട്ലി വാട്ട് അനാലിറ്റിക്സ് പ്രൊഫഷണൽസ് ഡു. ഓക്കെ, സോ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. കാൽക്കുലേറ്റർ ഒന്നും വേണ്ട, യു ക്യാൻ ജസ്റ്റ് ലുക്ക് അറ്റ് ദ ഡാറ്റ ആൻഡ് ജസ്റ്റ് ട്രൈ ടു ആൻസർ ദ ക്വസ്റ്റ്യൻ. സോ ഇതിൽ ഹയസ്റ്റ് മാർക്ക് എത്ര വരും? ഈ ഒരു ഡാറ്റ സം സ്റ്റുഡൻറ് ഡാറ്റയാണ്. സോ ഈ സ്റ്റുഡൻറ് ഡാറ്റ നോക്കിയിട്ട് നിങ്ങൾക്ക് ഹയസ്റ്റ് എത്രയാണെന്ന് പറയാൻ പറ്റുമോ? ദ ഹയസ്റ്റ് ഈസ് 95 അല്ലെ? നേഹയാണ് അത് സ്കോർ ചെയ്തിട്ടുള്ളത്. ലോവസ്റ്റ് എന്ന് പറയുന്നത് അർജുൻ സ്കോർ ചെയ്ത മാർക്കാണ്, ദാറ്റ് ഈസ് 54. ആവറേജ് ആണെങ്കിലോ യു നോ ഹൗ ടു ഡു ദാറ്റ്. മേ ബി ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ യു മൈ ടേക്ക് 3 to 4 minutes. ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ചെയ്താൽ നിങ്ങൾക്ക് ആവറേജ് കിട്ടും. ബട്ട് ഇവിടെ നമുക്ക് കുറച്ച് സ്റ്റുഡൻസിന്റെ ഡാറ്റ മാത്രമേ ഉള്ളൂ. യു ക്യാൻ ഈസിലി ഫൈൻഡ് ഔട്ട് ദി ആവറേജ്. ഇതിൽ ആര് ഫെയിൽ ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈക്ക് അർജുൻ വിത്ത് 54 marks ഫെയിൽ ആയെന്ന് പറയാം. ഓരോരുത്തരെയും റാങ്ക് ചെയ്യാൻ പറഞ്ഞാൽ ഇവിടെ നേഹ റാങ്ക് 1 വരും, സ്നേഹ റാങ്ക് 2 ആയിരിക്കും, ദെൻ ആകാശ് വിൽ ബി റാങ്ക് 3, ദെൻ രാഹുൽ വിൽ ബി റാങ്ക് 4, അർജുൻ വിൽ ബി 5. ഓർ ബേസ്ഡ് ഓൺ ദിയർ മാർക്സ് നമുക്ക് അവരെ റാങ്ക് ചെയ്യാം. സോ ഇവിടെ നമുക്ക് വളരെ കുറച്ച് സ്റ്റുഡൻസേ ഉള്ളൂ. വി ഹാവ് ഓൺലി 5 students. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി. വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് നമുക്ക് ചെയ്യാൻ പറ്റി. സപ്പോസ് ഈ സ്റ്റുഡൻറ് ടേബിൾ ഒരു 50 കുട്ടികളുണ്ടെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഒരു 500.
അങ്ങനെ ആണെങ്കിൽ ഇറ്റ് വിൽ ബി എ ലിറ്റിൽ ബിറ്റ് ഡിഫിക്കൽട്ട് അല്ലെ, ഒരു 500 പേരുണ്ടെങ്കിൽ ഡിഫിക്കൽട്ട് ആയിരിക്കും. അതേസമയം ഒരു 50 lakh കസ്റ്റമേഴ്സ് വരുന്ന സ്വിഗ്ഗി, സൊമാറ്റോ, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള സൈറ്റ്സ് എടുത്ത് നോക്കുക. അവർക്ക് ആ ഒരു വോളിയത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ, ഹ്യൂമൻസിന് ആ ഒരു വോളിയത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നിയർലി ഇംപോസിബിൾ. സോ ഈ ഒരു സിറ്റുവേഷനിലാണ് അനാലിറ്റിക്സ് ബിഗിൻ ചെയ്യുന്നത്. സോ ഹ്യൂമൻസിന്റെ കാൽക്കുലേഷൻ കേപ്പബിലിറ്റി സ്റ്റോപ്പ് ആവുന്നിടത്ത് അനാലിറ്റിക്സ് ബിഗിൻസ്. സോ എവറി കമ്പനി യു ലവ് റൺസ് ഓൺ ഡാറ്റ. നിങ്ങളിപ്പോൾ ഡെയിലി കുറേ ആപ്സ് യൂസ് ചെയ്യാറുണ്ടാവും. ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കുക. യു വിൽ ബി യൂസിങ് വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ഫ്ലിപ്കാർട്ട്, സ്വിഗ്ഗി അല്ലെ. സോ കുറേ ആപ്സ് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട്. ഈ ആപ്സിലെല്ലാം കോമൺ ആയിട്ടുള്ളത് എന്താണ്? ഈ ആപ്സിലെല്ലാം കോമൺ ആയിട്ട് വരുന്ന ഒരു ഫാക്ടറാണ് ഡാറ്റ. സോ ഡാറ്റ എന്ന് പറയുന്നത് ലൈക്ക് നിങ്ങൾ വിചാരിക്കാത്ത രീതിയിലാണ് ഡാറ്റ ജനറേറ്റ് ആവുന്നത്. എവറി ക്ലിക്ക് യു മേക്ക്. ഇപ്പൊ നിങ്ങൾ ഒരു പ്രോഡക്റ്റ് സെർച്ച് ചെയ്യാണ്, ഫോർ എക്സാമ്പിൾ ആമസോണിൽ ഒരു ഷൂസ് നിങ്ങൾ ക്ലിക്ക് ചെയ്തു, ഒരു ഷൂ എന്നുള്ള പ്രോഡക്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ക്ലിക്ക് മേക്സ് ഡാറ്റ. ഒരു പേയ്മെന്റ് നിങ്ങൾ ചെയ്തു, ഫോർ എക്സാമ്പിൾ സ്വിഗ്ഗിയിൽ നിങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു, നിങ്ങളുടെ UPI ആപ്പ് വഴി പേയ്മെന്റ് ചെയ്തു. സോ ദാറ്റ് ഈസ് അനദർ ഡാറ്റ. എവറി ഓർഡർ യു മേക്ക്, സ്വിഗ്ഗിയിൽ നിങ്ങൾ മേക്ക് ചെയ്ത ആ ഓർഡർ, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിങ്ങൾ മേക്ക് ചെയ്ത ഓർഡർ, ദാറ്റ് ഈസ് ഡാറ്റ. ആൻഡ് നെറ്റ്ഫ്ലിക്സിൽ നിങ്ങൾ മൂവീസ് കാണാറുണ്ടാവും. സോ അവിടെ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ഓരോ സെക്കൻഡും ദാറ്റ് ഈസ് കണ്ടിന്യൂസ് സ്ട്രീംസ് ഓഫ് റിയൽ ടൈം ഡാറ്റ ഫ്ലോ, അതും ഡാറ്റയാണ്. സോ നോയിങ്ലി ഓർ അൺനോയിങ്ലി യു ആർ ജനറേറ്റിംഗ് ഡാറ്റ. സോ ഇങ്ങനെ ഇപ്പോ ഞാൻ വളരെ കുറച്ച് ആപ്സിന്റെ എക്സാമ്പിൾസ് ആണ് പറഞ്ഞത്. ബട്ട് ഇഫ് യു ടേക്ക് ദി കേസ് ഓഫ് 1 day ഇൻ യുവർ ലൈഫ്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ എത്രത്തോളം ഡാറ്റയാണ് നിങ്ങൾ ജനറേറ്റ് ചെയ്യുന്നത്. സോ ഇന്നത്തെ ഈ ഒരു വേൾഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് പ്യുവർലി ഡാറ്റ ഓറിയന്റഡ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ നമുക്കൊരു ഗസ്സിംഗ് ഗെയിം ചെയ്യാം. ഓക്കെ, സോ ഐ നോ വാട്ട് യു വിൽ പ്രോബബ്ലി ബൈ നെക്സ്റ്റ്. എനിക്കറിയാം നിങ്ങൾ അടുത്തത് എന്ത് പ്രോഡക്റ്റ് ആണ് വാങ്ങിക്കാൻ പോകുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. ഇപ്പൊ ആമസോണിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് സെർച്ച് ചെയ്തു, ഫോർ എക്സാമ്പിൾ യു ആർ പർച്ചേസിങ് എ ലാപ്ടോപ്പ്. നിങ്ങൾ ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്ത് ബില്ല് ചെയ്യാൻ പോകുമ്പോഴായിരിക്കും താഴെ സജഷൻ കാണിക്കുന്നത്, ഓക്കെ യു ക്യാൻ ബൈ ദിസ് മൗസ് ഓൾസോ. അല്ലെങ്കിൽ ഒരു മൗസ് ആണ് വാങ്ങിക്കുന്നതെങ്കിൽ ഒരു മൗസ് പാഡ്. സോ ഇങ്ങനെ നിങ്ങൾ വാങ്ങിച്ച പ്രോഡക്റ്റ് എന്താണോ അതിനോട് അസോസിയേറ്റ് ചെയ്ത് യൂസ് ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് അടുത്ത സജഷനിൽ വരിക. സോ ഇത് മാജിക് അല്ല, ഇറ്റ് ഇസ് പ്യുവർലി അനാലിറ്റിക്സ്. ഇതിന്റെ ബിഹൈൻഡിൽ നടക്കുന്ന അനാലിറ്റിക്സിനെ നമ്മൾ റെക്കമെൻഡേഷൻ അനാലിറ്റിക്സ് എന്നാണ് പറയുന്നത്. ഇനി അടുത്തത്, നെറ്റ്ഫ്ലിക്സിൽ നിങ്ങളൊരു ഹൊറർ മൂവി കാണുകയാണ്. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ നെറ്റ്ഫ്ലിക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സിമിലർ ആയിട്ടുള്ള ഒരു മൂവി ആയിരിക്കും നിങ്ങൾക്ക് കാണുന്നത്. അല്ലെങ്കിൽ ഒരു ക്രൈം മൂവി കാണുന്നെങ്കിൽ സിമിലർ ആയിട്ടുള്ള മൂവി. ഒരു റൊമാൻറ്റിക് മൂവിയാണ് നിങ്ങൾ വാച്ച് ചെയ്യുന്നതെങ്കിൽ, ഒരു വെബ് സീരീസ് ആണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്ത സിമിലർ ജോണറിലുള്ള ഒരു മൂവി ആയിരിക്കും അല്ലെങ്കിൽ ഒരു വെബ് സീരീസ് ആയിരിക്കും നിങ്ങൾക്ക് സജഷനിൽ തരിക. സോ ഇവിടെ ഇതിന്റെ ബിഹൈൻഡിലുള്ള അനാലിറ്റിക്സ് ആണ് വ്യൂയിങ് ബിഹേവിയർ അനാലിറ്റിക്സ്. അടുത്തത്, ഐ നോ വെൻ സർജ് പ്രൈസിങ് ഷുഡ് കിക്ക് ഇൻ. നിങ്ങളിപ്പോ യൂബർ ബുക്ക് ചെയ്യാന്ന് വിചാരിക്കാം. സോ യൂബർ ബുക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു പീക്ക് ടൈം ഒന്നുമില്ല, ഒരു നോർമൽ ടൈമിംഗ് ആണ്. ഒരു 3 PM ആ ഒരു ടൈമിലൊക്കെ ബുക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നോർമൽ റേറ്റിലൊക്കെ മേ ബി ഒരു റൈഡ് കിട്ടുമായിരിക്കും. അതേസമയം ഇഫ് യു ആർ ട്രൈങ് ടു ബുക്ക് എ ക്യാബ് അറ്റ് 9 AM ഇൻ ദ മോർണിംഗ് ഓർ 9:30, ആ ഒരു ടൈമിലൊക്കെ ആണെങ്കിൽ യു വിൽ സീ ദ പ്രൈസസ് ഡിഫറെന്റ്. നിങ്ങൾക്ക് ആ ഒരു പീക്ക് ടൈമിലുള്ള പ്രൈസിങ് കൂടുതലായിരിക്കും കമ്പയർഡ് ടു സം അതർ ടൈമിംഗ്. സോ ഇത് റിയൽ ടൈം ഡിമാൻഡ് അനാലിറ്റിക്സ് ആണ് ഇതിന്റെ ബിഹൈൻഡ് ഉള്ളത്. സോ നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്ന ഓരോ ആപ്പിലും അനാലിറ്റിക്സ് ഉണ്ട്. നോയിങ്ലി ഓർ അൺനോയിങ്ലി യു ആർ ബീങ് എ പാർട്ട് ഓഫ് അനാലിറ്റിക്സ്. സോ ഇതെങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? അനാലിറ്റിക്സിൽ ഇത് എന്താണ് ചെയ്യുന്നത്? ലൈക്ക് ഹൗ ദിസ് ഇസ് ബീങ് ഡൺ. അനാലിറ്റിക്സ് ആണെന്ന് പറഞ്ഞു, ആൻഡ് ഹൗ അനാലിറ്റിക്സ് വർക്ക്, അല്ലെങ്കിൽ വാട്ട് ഇസ് ദ ഫ്യൂവൽ ബിഹൈൻഡ് അനാലിറ്റിക്സ്. അനാലിറ്റിക്സിന്റെ ബിഹൈൻഡിൽ യൂസ് ചെയ്യുന്നത് ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ദ ഡാറ്റ ദേ ഹാവ്. അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റയാണ് ഇതിന്റെ ഇൻപുട്ട് ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ
they have plenty of data. See, ഇപ്പോൾ ആമസോൺ ആണെങ്കിലും നെറ്റ്ഫ്ലിക്സ് ആണെങ്കിലും യൂബർ ആണെങ്കിലും ഫ്ലിപ്കാർട്ട് ആണെങ്കിലും they have plenty of data. സോ ഈ ഡാറ്റ ഇറ്റ് വിൽ ബി വെരി റോ. ജസ്റ്റ് ഇമാജിൻ നമ്മൾ നേരത്തെ പറഞ്ഞു റിഗാർഡിംഗ് ലൈക്ക് ദ കസ്റ്റമേഴ്സ് ദ ക്വാണ്ടിറ്റി ഓഫ് ദ ഡാറ്റ. സോ ഈ ഓരോ കമ്പനിയിലും അല്ലെങ്കിൽ ഓരോ ആപ്പിലും ജനറേറ്റ് ആവുന്ന ഡാറ്റയുടെ വോളിയം ഇറ്റ്സ് വെരി ഹ്യൂജ്. സോ വി ക്യാൻ കോൾ ഇറ്റ് as റോ ഡാറ്റ. സോ ഈ റോ ഡാറ്റയെ സ്മാർട്ട് ആൻഡ് പ്രോഫിറ്റബിൾ ഡിസിഷൻസ് എടുക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ആ പ്രോസസ്സാണ് അനാലിറ്റിക്സ് എന്ന് പറയുന്നത്. സോ ടേണിംഗ് റോ ഡാറ്റ ഇൻ ടു സ്മാർട്ട് ആൻഡ് പ്രോഫിറ്റബിൾ ഡിസിഷൻസ്. സോ ഡാറ്റയാണ് അനാലിറ്റിക്സിന്റെ ബിഹൈൻഡ് ഉള്ള ഫ്യൂവൽ എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ ലെറ്റ് us ഹാവ് എ സിമ്പിൾ പ്രോബ്ലം. ഒരു IPL സ്വിഗ്ഗി പ്രോബ്ലം. ഓക്കെ, സപ്പോസ് ഒരു ഫ്രൈഡേ ആണെന്ന് വിചാരിക്കുക. ഇറ്റ് ഇസ് IPL ഫൈനൽ. രാത്രി 8 മണിക്ക് IPL ഫൈനൽ ഉണ്ട്. ഫ്രൈഡേ ആണ്. ആൻഡ് ഇമാജിൻ ഇറ്റ്സ് റെയിനിങ്. മഴ പെയ്യാണ്. ഈ സപ്പോസ് നിങ്ങൾ കൊച്ചി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിസിയസ്റ്റ് പ്ലേസിലാണെന്ന് വിചാരിക്കാം. റൈറ്റ് നൗ സ്വിഗ്ഗിക്ക് ആകെ 20 ഡെലിവറി പാർട്ട്നേഴ്സേ ഉള്ളൂ. സോ ഈ സിനാരിയോ എല്ലാം മനസ്സിൽ ഒന്ന് വിചാരിച്ച് നോക്കുക. ഇറ്റ്സ് റെയിനിങ്, ഇറ്റ്സ് ഫ്രൈഡേ ആൻഡ് ഇറ്റ് ഇസ് IPL ഫൈനൽ. ദ ടൈം ഈസ് 8 PM. മോസ്റ്റ്ലി എല്ലാവരും ടിവിയുടെ മുന്നിലായിരിക്കും. ദേ വിൽ ബി ഇൻട്രസ്റ്റഡ് ഇൻ വാച്ചിങ് ദ മൂവി, ഐ മീൻ വാച്ചിങ് ദി IPL ഫൈനൽ അല്ലെ. അപ്പോ കുക്കിംഗ് അല്ലെങ്കിൽ മോസ്റ്റ്ലി ഈ ഒരു സമയത്ത് കൂടെ ഉണ്ടാവുന്ന ഒരു പ്രോസസ് എന്ന് പറയുന്നത് ഫുഡ് ഓർഡർ ചെയ്യുക എന്നുള്ളതാണ്. സ്വിഗ്ഗി ഓർ സൊമാറ്റോ ത്രൂ ഫുഡ് ഓർഡർ ചെയ്യാണ് ഈ ഒരു സമയത്ത് മോസ്റ്റ്ലി എല്ലാവരും ചെയ്യുക. സോ ഈ ഒരു സിറ്റുവേഷനിൽ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവാം? ജസ്റ്റ് ഇമാജിൻ വാട്ട് ഔട്ട് പ്രോബ്ലംസ് ദ സ്വിഗ്ഗി ടീം കുഡ് ഫേസ്. ഓക്കെ, സോ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ലൈക്ക് ലേറ്റ് ഡെലിവറീസ്. ഈ ഒരു പീക്ക് ടൈമിൽ 20 ഡെലിവറി പാർട്ട്നേഴ്സേ ഉള്ളൂ. സോ വിത്ത് ദ ഷോർട്ടേജ് ഓഫ് ദ ഡെലിവറി പാർട്ട്നേഴ്സ് ഓർഡർ ചെയ്യുന്ന ഫുഡ് ഡെലിവറി ചെയ്യാനായിട്ട് ടൈം എടുക്കും. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദ ഇഷ്യൂ ദ ടീം ഈസ് ഗോയിങ് ടു ഫേസ്. സെക്കൻഡ് വൺ ഈസ് കസ്റ്റമർ കംപ്ലൈൻറ്റ്സ്. മഴ പെയ്യുന്നുണ്ട്, സോ ഫുഡ് കേടാവാൻ, സ്പോയിൽഡ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. സോ കസ്റ്റമേഴ്സ് കംപ്ലൈന്റ് ചെയ്യാം, റീഫണ്ട് റേസ് ചെയ്തേക്കാം. ദെൻ ഓർഡേഴ്സ് ക്യാൻസൽ ചെയ്തേക്കാം. റൈറ്റ്, ലൈക്ക് ഒരുപാട് ഡിലേ വരുന്നു, അല്ലെങ്കിൽ ഫുഡ് എന്തെങ്കിലും ടൈമിൽ ഡെലിവർ ആയില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദേ വിൽ ക്യാൻസൽ ദി ഓർഡേഴ്സ്. സോ ഇതിനൊക്കെ ഒരു ഫിക്സ് എങ്ങനെ ചെയ്യാം? ഈ ഒരു പ്രോബ്ലം നമ്മൾ പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്തു. സോ വാട്ട് കുഡ് ബി ദ ഫിക്സസ് ഓർ വാട്ട് കുഡ് ബി ദ സൊല്യൂഷൻസ്? സോ നമുക്കിതിൽ 1-2 കാര്യങ്ങൾ ഇതിന്റെ സൊല്യൂഷൻസ് ആയിട്ട് പറയാം. ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ നമുക്കൊരു 20 കിലോമീറ്റർ റേഡിയസിൽ മാത്രമേ ഫുഡ് ഡെലിവറി സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ എന്നൊരു ഒരു ബൗണ്ടറി വെക്കാം. സോ ദാറ്റ് നമുക്ക് ഒരു ബൾക്കായിട്ടുള്ള ഓർഡേഴ്സിനെ ഒരു പരിധിവരെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ദെൻ പിന്നെ ഒരു സജഷൻ എന്ന് പറയാനാണെങ്കിൽ ലൈക്ക് most of the people are interested in buying food when there is some offer. എന്തെങ്കിലും ഓഫർ ഉള്ളപ്പോഴായിരിക്കും കൂടുതൽ ഓർഡേഴ്സ് വരിക. സോ നമുക്ക് ഡെലിവറി പാർട്ട്നേഴ്സിന്റെ ഷോർട്ടേജ് വരുന്നത് കൊണ്ട് മേ ബി ആ ഓഫേഴ്സിനെ നമുക്ക് എടുക്കാം. അതൊരു ലൈക്ക് സൊല്യൂഷൻ ആയിട്ട് പറയാം. പിന്നെ റീഫണ്ട് നോട്ട് അലൗഡ് എന്നോ അങ്ങനെ എന്തെങ്കിലും പോളിസീസ് ആ സമയത്ത് ഫോർ സം പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം നമ്മൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ക്യാൻസലേഷൻ പ്രോബ്ലം ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. സോ ദീസ് ആർ ദ സൊല്യൂഷൻസ് ദാറ്റ് വി ഹാവ് ഐഡന്റിഫൈഡ്. സോ പ്രോബ്ലംസ് കണ്ടെത്തി, സൊല്യൂഷൻസ് കണ്ടെത്തി, ആൻഡ് ഇതിൽ ഏതാണ് ബെസ്റ്റ് സൊല്യൂഷൻ? ബിക്കോസ് ദീസ് ആർ ഓൾ അവർ ഗസ്സസ്. നമ്മൾ ഗസ് ചെയ്ത കാര്യങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം. സോ ഗസ് ഒരിക്കലും കറക്റ്റ് ആവണമെന്നില്ല. സോ ഇഫ് ഐ ചൂസ് വൺ സൊല്യൂഷൻ ഫ്രം ഓൾ ദീസ് ഗസ്സസ്, അത് ഞാൻ പ്രാക്ടിക്കൽ ആക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് മേ നോട്ട് വർക്ക് ഔട്ട്. ഇഫ് ഇറ്റ് ഈസ് നോട്ട് വർക്കിംഗ് ഔട്ട്, ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ ഫെയിലിയർ. സോ നമുക്കിവിടെ ഗസ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് വി ആർ ഗോയിങ് ടു ലൂസ് ദ കസ്റ്റമേഴ്സ്. അപ്പൊ ഇതിൽ ഏതാണ് ഏറ്റവും നല്ല സൊല്യൂഷൻ എന്ന് മനസ്സിലാക്കാൻ analytics will help us. So analytics can exactly predict what is going to be the good solution. So it predicts demand and allocates resources in advance. അപ്പൊ അതിന് പ്രോപ്പർ ആയിട്ട് അനാലിറ്റിക്സ് കൊണ്ട് നമുക്ക് പ്രോപ്പർ ആയിട്ടൊരു സൊല്യൂഷനിലേക്ക് എത്താം. ആൻഡ് ദാറ്റ് ഇസ് നോട്ട് എ ഗെസ്സിംഗ് ഗെയിം. വി ആർ പിക്കിംഗ് ദ റൈറ്റ് സൊല്യൂഷൻ ബാക്ക്ഡ് അപ്പ് ബൈ ഡാറ്റ. ഡാറ്റയുടെ ബാക്കപ്പ്, ഡാറ്റ ത്രൂ ആണ് നമ്മൾ ഈ ഒരു സൊല്യൂഷനിലേക്ക് എത്തിയത്. So that is the role of analytics. So this is just an example.
Okay, so now let us come to Zomato. Suppose you are the manager of, say, the Kochi region. Zomatoയുടെ Kochi region manager ആണ് നിങ്ങളെന്ന് just imagine ചെയ്യുക. So CEO of the company is asking, why did Kochi sales drop? എന്തുകൊണ്ട് കൊച്ചിയിൽ സെയിൽ ഡ്രോപ്പ് ആയി? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരെയാണ്. സോ നിങ്ങളൊരു ഡാറ്റ അനലിസ്റ്റ് ആണ്. യു ഹാവ് ടു ഫൈൻഡ് ദ റീസൺ, യു ഹാവ് ടു ഗിവ് സൊല്യൂഷൻസ് ആൻഡ് റെക്കമെൻഡേഷൻസ്. സോ ആസ് എ ഡാറ്റ അനലിസ്റ്റ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ലൈക്ക് സിമ്പിളായിട്ട് ഓർത്ത് വയ്ക്കാൻ പറയാണ്, ഡാറ്റ അനലിസ്റ്റിനെ നമുക്ക് ബിസിനസ് ഡിറ്റക്റ്റീവ്സ് എന്ന് പറയാം. സോ ഒരു അനലിസ്റ്റിനെ ഒരു ഡിറ്റക്റ്റീവായിട്ട് കമ്പയർ ചെയ്യാം. യു നോ ഡിറ്റക്റ്റീവ്സ്. സോ ഡിറ്റക്റ്റീവ്സ് എന്താണ് ചെയ്യുന്നത്? അവരൊരു ക്രൈം സീനിൽ പോയി ആ ക്രൈം സീൻ എക്സാമിൻ ചെയ്ത് അതിന്റെ റീസൺസ്, വൈ, വാട്ട്, ഹൗ, വെൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് ദേ വിൽ ഐഡന്റിഫൈ ദ കില്ലർ ഓർ ദ പേഴ്സൺ ഹു ഡിഡ് ദ ക്രൈം. സോ എക്സാക്ട്ലി ദാറ്റ് ഇസ് വാട്ട് an analyst is going to do. സോ അനലിസ്റ്റ് ആർ ബിസിനസ് ഡിറ്റക്റ്റീവ്സ് എന്ന് പറയാം. അപ്പൊ നമുക്ക് ഇതിനെ ഒരു ഡിറ്റക്റ്റീവ് അപ്രോച്ചിൽ ഇത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. സോ ആസ് എ ഡാറ്റ അനലിസ്റ്റ് നിങ്ങളുടെ ഫസ്റ്റ് റോൾ എന്താണെന്ന് പറഞ്ഞാൽ യു ഹാവ് ടു കളക്ട് ആൻഡ് ക്ലീൻ ദ ഡാറ്റ. സോ ഇവിടെ നമുക്ക് അനലൈസ് ചെയ്യേണ്ടത് ബിസിനസ്സിന് എന്ത് പറ്റി എന്നുള്ളതാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് കൊച്ചിയിൽ സെയിൽ ഡ്രോപ്പ് ആയി. സോ ഫസ്റ്റ് തിങ് യു ഹാവ് ടു ഡു ഇസ് യു ഹാവ് ടു കളക്ട് ആൻഡ് ക്ലീൻ ദ ഡാറ്റ. സോ നിങ്ങൾക്ക് സൊമാറ്റോയുടെ പാസ്റ്റ് ഫ്യൂ മന്ത്സിലെ ഓർഡർ ഹിസ്റ്ററി ഉണ്ട്. You have the customer ratings, reviews, you have the sales, ഓരോ റെസ്റ്റോറൻറ്റിലും ഓരോ ഡിഷിൻ്റെയും നമ്പർ ഓഫ് ഓർഡേഴ്സ്, യു ഹാവ് ഓൾ ദീസ് തിങ്സ് അവൈലബിൾ. സോ ഈ ഒരു ഡാറ്റ അതിൽ നമുക്ക് ആവശ്യമുള്ള ഡാറ്റ കളക്ട് ചെയ്ത് അതിനെ നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് ക്ലീൻ ചെയ്തെടുക്കുക, അല്ലെ ട്രാൻസ്ഫോം ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഒരു അനലിസ്റ്റ് എന്ന നിലയിൽ നിങ്ങളുടെ ഫസ്റ്റ് റോൾ എന്ന് പറയുന്നത്. Then you have to find the root cause. Okay, so നിങ്ങൾ ആ ഒരു ഡാറ്റയിൽ കൂടെ you have to go through it and you have to identify what is the root cause. എന്തുകൊണ്ടാണ് സെയിൽ ഡ്രോപ്പ് ആയെന്നുള്ള റൂട്ട് കോസ് ഐഡന്റിഫൈ ചെയ്യാണ് നിങ്ങളുടെ രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് തിങ്. സോ വൺസ് ദാറ്റ് റൂട്ട് കോസ് ഈസ് ഐഡന്റിഫൈഡ്, അതിനെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. സോ ദിസ് ഇസ് ദ പ്രോബ്ലം, ഇങ്ങനെ ഒരു കാരണം കൊണ്ടാണ് സെയിൽ ഡ്രോപ്പ് ആയതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി, ആൻഡ് യു ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ് ഇറ്റ്. സോ ഫോർ കമ്മ്യൂണിക്കേറ്റിംഗ് ഇറ്റ് you have to build a dashboard. നിങ്ങൾ അതിനു വേണ്ടി ഒരു ഡാഷ്ബോർഡ് ബിൽഡ് ചെയ്യണം. So you can clearly show, okay, so this is the reason why it is dropped and here is the proof. So based on that, you have to recommend a solution to the CEO. ഇതാണ് റീസൺ. ഇതിനെ നമുക്ക് ഈ രീതിയിൽ അപ്രോച്ച് ചെയ്താൽ we can solve it. അങ്ങനെ ഒരു സൊല്യൂഷൻ നിങ്ങൾ ആ സിഇഒയുടെ മുമ്പിൽ പറയണം. So if the company applies that solution, the company can earn crores. സി ഒരു ഡിറ്റക്റ്റീവ് ചെയ്യുന്നത് ഇത് തന്നെയാണല്ലേ, ക്രൈം സീനിൽ ലൈക്ക് നമ്മുടെ ക്രൈം സീൻ എന്ന് പറയുമ്പോൾ ആസ് എ ഡിറ്റക്റ്റീവ് നമുക്ക് നോക്കാം, സെയിൽസ് കൊച്ചിയിൽ ഡ്രോപ്പ് ചെയ്തു, ദാറ്റ് ഇസ് എ ക്രൈം സീൻ. ദെൻ കളക്ട് എവിഡൻസ്. സോ ഡിറ്റക്റ്റീവ് ചെയ്യുന്ന എന്താണ്, എവിഡൻസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്. സോ അതിനെ നമുക്ക് ഗ്യാതറിംഗ് റോ ഡാറ്റ ആയിട്ട് കമ്പയർ ചെയ്യാം. ദെൻ അനലൈസ് ദ ക്ലൂസ്. സോ എവിഡൻസസിൽ നിന്നും ക്ലൂസിലേക്ക് എത്തുക. ഇപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യുക, വി ആർ ക്ലീനിങ് ദ ഡാറ്റ ആൻഡ് എക്സ്പ്ലോർ ഡാറ്റ യൂസിങ് എക്സൽ ആൻഡ് SQL. SQL പോലുള്ള ടൂൾസ് യൂസ് ചെയ്ത് വി ആർ അനലൈസിങ് ഇറ്റ്, എക്സ്പ്ലോറിങ് ദ ഡാറ്റ. ദെൻ നെക്സ്റ്റ് എന്താ ചെയ്യുക, ലൈക്ക് വൺസ് ദ ക്ലൂസ് ആർ അനലൈസ്ഡ് ബൈ ദ ഡിറ്റക്റ്റീവ്, ദേ വിൽ ബിൽഡ് ദ കേസ്. സോ ഇവിടെ വൺസ് നമ്മുടെ ഡാറ്റ ക്ലീൻ ചെയ്ത് എക്സ്പ്ലോർ ചെയ്താൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വി ഹാവ് ടു ക്രിയേറ്റ് ദ ഡാഷ്ബോർഡ്. സോ അതിനായിട്ട് വി വിൽ യൂസ് സം ടൂൾസ് ലൈക്ക് Power BI. After that, case okay ആയി കഴിഞ്ഞാൽ you have to solve the crime. So you will find the thief or the killer or whoever it is, the one who is responsible for the crime. You are identifying that person. So ഇവിടെ once നമ്മൾ ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ you are going to present the recommendation and by recommendations and solutions, and that solution will be applied to the company and the company can earn crores. So this is how we say that data analysts are equivalent to business detectives. I hope that is clear. Okay, so I said നമുക്ക് ഇവിടെ അനലൈസ് ചെയ്യണമെങ്കിൽ to analyze the data properly we need some tools. So നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്യുന്ന tools, the basic tools that we are going to use are, first one is Excel. Microsoft Excel നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടാവും. So Microsoft Excel is one of the tools that we are going to use for analyzing the data.
Then SQL. So SQL or database. So database എന്ന് പറഞ്ഞാൽ it is where the data is stored. So അത് not essentially the database ആയിരിക്കാം, Excel files ആയിരിക്കാം, data store ചെയ്തിട്ടുള്ളത് cloud platformsലായിരിക്കാം. So wherever it is, we have to access the data. So data access ചെയ്യാൻ we have to know how a database works. എങ്ങനെയാണ് ഡാറ്റാബേസ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. So the next tool that we have to understand is database. ഡാറ്റാബേസിന് ശേഷം നമ്മൾ പറഞ്ഞു ആഫ്റ്റർ അനലൈസിങ് ദ ഡാറ്റ വി ഹാവ് ടു പ്രസന്റ് ഇറ്റ്. സോ പ്രസന്റ് ചെയ്യാനായിട്ട് വി ഹാവ് ടു ക്രിയേറ്റ് ഡാഷ്ബോർഡ്സ് ആൻഡ് റിപ്പോർട്ട്സ്. സോ ഡാഷ്ബോർഡ്സ് ആൻഡ് റിപ്പോർട്ട്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് പവർ ബി ഐ എന്നുള്ള ടൂൾ യൂസ് ചെയ്തിട്ടാണ്. സോ ഡാറ്റാബേസിലോ എക്സൽ ഫയൽസിലോ മറ്റേതെങ്കിലും ഡാറ്റ സോഴ്സസിലോ ഉള്ള ഡാറ്റ, കമ്പനിയുടെ ഡാറ്റ, ആ ഡാറ്റ നമുക്ക് പവർ ബി ഐ പോലെയുള്ള വിഷ്വലൈസേഷൻ ടൂൾസിലേക്ക് ലോഡ് ചെയ്യണം. So that tool will help us to build the dashboard or the report. So these are the tools that make it possible. Then, so ഒരു അനലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പൊ ജസ്റ്റ് ഈ ടെക്നിക്കൽ സ്കിൽസ് മാത്രമുള്ള ആളാണോ എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരാം. സോ അനലിസ്റ്റ് ആവണമെങ്കിൽ ഈ ടെക്നിക്കൽ സ്കിൽസ് മാത്രം മതിയോ? സോ ഐ വിൽ സേ നോ, ദാറ്റ് ഇസ് നോട്ട് everything that you should know. Technical skills is necessary. At the same time, അതൊരു ടു-സൈഡഡ് ബാലൻസ് ആണെന്ന് പറയാം. സോ ഈ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, യു ഹാവ് എ ലെഫ്റ്റ് ആൻഡ് എ റൈറ്റ് സൈഡ്. സോ ലെഫ്റ്റ് സൈഡ് ഇസ് ഓൾ അബൌട്ട് ദ ടെക്നിക്കൽ പാർട്ട്. സോ ഒരു ഗുഡ് അനലിസ്റ്റ്, ഹി ഷുഡ് ബി ഗുഡ് ഇൻ എക്സൽ, ഹി ഷുഡ് നോ ഹൗ ഡാറ്റാബേസസ് വർക്ക്, SQL എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കണം. He should know one visualization tool, one or more visualization tools, and Power BI is one of the leaders. So Power BI പോലുള്ള ഒരു ടൂൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. He should know how to clean the data, how to transform the data. So data cleaning skills ഉണ്ടാവണം. Then visualization. So how the data can be converted into visuals and thereby, and then the dashboards. So ആ ഒരു storytelling skills ഉണ്ടായിരിക്കണം. So that is the technical part. Then ഇത് ബാലൻസ് ചെയ്യണമെങ്കിൽ യു ഷുഡ് ഓൾസോ ഹാവ് എ റൈറ്റ് സൈഡ്. സോ റൈറ്റ് സൈഡ് ഇസ് ഓൾ അബൌട്ട് യുവർ സോഫ്റ്റ് സ്കിൽസ്. സോ ഫസ്റ്റ് തിങ് ഈസ് അനാലിറ്റിക്കൽ തിങ്കിങ്. സോ ലൈക്ക് പാറ്റേൺസ് അനലൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസൈറ്റ്സ് ജനറേറ്റ് ചെയ്യുക, ഡാറ്റയ്ക്ക് സെൻസ് ഉണ്ടാക്കുക, മേക്ക് സെൻസ് ഓഫ് ദ ഡാറ്റ. സോ ദാറ്റ് ഈസ് ഓൾ അനാലിറ്റിക് തിങ്കിങ് ഈസ് ഓൾ അബൌട്ട്. സോ അനാലിറ്റിക്കൽ തിങ്കിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ദെൻ കമ്മ്യൂണിക്കേഷൻ. So if you want to be a good analyst, you should be excellent in communication. So നമ്മൾ ഡാറ്റയിലുള്ള പ്രോബ്ലംസ് കണ്ടെത്തി, ബിസിനസ്സിലുള്ള പ്രോബ്ലംസിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു ത്രൂ ഡാറ്റ, ആൻഡ് ദിസ് ഹാസ് ടു ബി കമ്മ്യൂണിക്കേറ്റഡ്. സോ യു ഷുഡ് ബി ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് വെൽ. കമ്മ്യൂണിക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ ഡോക്യുമെന്റേഷൻ. സോ കമ്മ്യൂണിക്കേഷൻ മാത്രം പോരാ, വി കനോട്ട് കമ്മ്യൂണിക്കേറ്റ് എവറിഥിങ്. സോ വി ഹാവ് ടു ഡോക്യുമെന്റ് തിങ്സ്. So like how the business process works, what are the changes that has to be made, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. സോ ഡോക്യുമെന്റേഷൻ ഇസ് എസെൻഷ്യൽ. സോ നമ്മൾ ഇതിനായിട്ട് വി വിൽ ബി യൂസിങ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോഫ്റ്റ്, ഐ മീൻ documentations like business requirement document, then like functional requirement documents, so BRD, FRD and so on. So that is essential. ഒരു ഗുഡ് ഡോക്യുമെന്റേഷൻ സ്കിൽസ് ഒരു അനലിസ്റ്റിന് ഉണ്ടായിരിക്കണം. ദെൻ ഒരു അനലിസ്റ്റ് എന്ന് പറയുന്നത് ഹി ഷുഡ് ഓൾവേസ് ആസ്ക് ദ റൈറ്റ് ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ഇൻക്വിസിറ്റീവ് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഒരു ഡിറ്റക്റ്റീവ് എങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്? ഹി ഷുഡ് ബി ഏബിൾ ടു ആസ്ക് ദ റൈറ്റ് ക്വസ്റ്റ്യൻസ് ടു ദ റൈറ്റ് പീപ്പിൾ, അല്ലെ? ഒരു ക്രൈമിനെ പറ്റി ഓരോ ലൈക്ക് പേഴ്സണോടും അതിൽ ലൈക്ക് അതിലെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അതിൽ ഇൻവോൾവ് ആയിരിക്കുന്ന ഓരോ ആളോടും റൈറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴാണ്, റൈറ്റ് ടൈമിൽ ചോദിക്കുമ്പോഴാണ് ഹിൽ ബി ഗെറ്റിംഗ് ദ ക്ലൂസ്. സോ ലൈക്ക് വൈസ് ഒരു ബിസിനസ് അനലിസ്റ്റ് അല്ലെങ്കിൽ ഒരു അനലിസ്റ്റ് എന്ന് പറയുന്ന വ്യക്തിയും ഹി ഷുഡ് ബി ഏബിൾ ടു ആസ്ക് ഗുഡ് ക്വസ്റ്റ്യൻസ് ഓർ റൈറ്റ് ക്വസ്റ്റ്യൻസ് അറ്റ് ദ റൈറ്റ് ടൈം. ദെൻ definitely problem solving skills. So we are analyzing the problem. First of all, we are finding out the problem, then analyzing it, and we are providing solutions. So problem solving skills ഉണ്ടെങ്കിൽ definitely that's a plus point. So ഒരു അനലിസ്റ്റ് ആണെങ്കിൽ it is not exactly like technical skills മാത്രം ഉണ്ടാവണം എന്നല്ല. He should be able to have technical skills as well as the soft skills. So that is it all about. Then analytics is everywhere. ഇപ്പോൾ അനലിസ്റ്റ് എന്ന് പറഞ്ഞ റോൾ
അതൊരു IT റോളാണെന്ന് ചോദിച്ചാൽ അല്ല. സോ ഇറ്റ് ഇസ് നോട്ട് ടൈഡ് ഓൺലി ടു വൺ ഡൊമൈൻ. നമുക്ക് പല ഡൊമൈൻസിൽ അപ്ലൈ ചെയ്യാം. സോ വേറെവർ യു ഹാവ് ഡാറ്റ അവിടെയൊക്കെ നമുക്ക് അനാലിറ്റിക്സ് അപ്ലൈ ചെയ്യാം. ബാങ്കിങ്ങില്, ഫിനാൻസില്, മാർക്കറ്റിങ്ങില്, എഡ്യൂക്കേഷനില്, സെയിൽസില്, HR. സോ എവിടെയൊക്കെ ഡാറ്റ ഉണ്ടോ അവിടെയൊക്കെ നമുക്ക് അനാലിറ്റിക്സ് അപ്ലൈ ചെയ്യാം. സി ഇവിടെ റീറ്റെയിൽ, ഹെൽത്ത് കെയർ, ഫിനാൻസ്, മാനുഫാക്ചറിങ്, ഗവൺമെന്റ്, മാർക്കറ്റിംഗ്, ഇങ്ങനെ എല്ലാ സെക്ടേഴ്സിലും നമുക്ക് അനാലിറ്റിക്സ് അപ്ലൈ ചെയ്യാം. സോ ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ലെറ്റ് us ടേക്ക് ദ കേസ് ഓഫ് ദ മാനുഫാക്ചറിങ് ഡൊമൈൻ. ഓക്കെ, സി നിങ്ങൾ ലേസ് എന്നുള്ള ഒരു പൊട്ടാറ്റോ ചിപ്സ് കമ്പനി കേട്ടിട്ടുണ്ടാവും, ലേസ്. സോ അവര് ഒരു വലിയ ബ്രാൻഡാണ്. ദേ ഹാവ് ലൈക്ക് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഓൾമോസ്റ്റ് എവ്രിവെയർ, ഏതൊരു ചെറിയ ടൗണിൽ പോയാലും നിങ്ങൾക്ക് ലേസ് പാക്കറ്റ് വാങ്ങിക്കാൻ കിട്ടും. സോ അവർക്ക് ഡെഫിനറ്റ്ലി ദേ വിൽ ഹാവ് എ ഹ്യൂജ് മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ടാവും, മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ടാവും. സോ ഒരു പൊട്ടറ്റോ ചിപ്സ് ഉണ്ടാക്കണമെങ്കിൽ എന്തൊക്കെയായിരിക്കും ചെയ്യേണ്ടത്? നമുക്ക് ആ പൊട്ടറ്റോ വാഷ് ചെയ്യണം, പീൽ ചെയ്യണം, അതിനെ കട്ട് ചെയ്യണം, ദെൻ അതിനെ ഫ്രൈ ചെയ്യണം, ദെൻ മസാലാസ് ഒക്കെ ആഡ് ചെയ്യണം, ദെൻ പാക്ക് ചെയ്യണം, ദെൻ ഇറ്റ് ഹാസ് ടു ബി അസംബിൾഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ്. ഓക്കെ, സോ ഈ പ്രോസസ് ഒക്കെ ചെയ്യാനായിട്ട് ഡെഫിനറ്റ്ലി വി നീഡ് മെഷീനറീസ്. നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെഷീനറീസ് ഇതിന് ആവശ്യമാണ്. സോ ഈ ലേസിന്റെ മാനുഫാക്ചറിങ് യൂണിറ്റിൽ ഒരുപാട് മെഷീനറീസ് ഉണ്ടാവും. ഈ മെഷീനറീസിൽ സപ്പോസ് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മൊമെന്റിൽ മെഷീനറിയിൽ ഏതെങ്കിലും ഒന്ന് കേടായി എന്ന് വിചാരിക്കുക. സപ്പോസ് ഇറ്റ് ഹാസ് സ്റ്റോപ്പ് വർക്കിംഗ്. അങ്ങനെയാണെങ്കിൽ എന്താ, അതുവരെയുള്ള അൺപ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് അവിടെ വേസ്റ്റ് ആയി പോകും അല്ലെ. ലൈക്ക് ബിക്കോസ് നമുക്ക് ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ആ സ്റ്റോപ്പ് ചെയ്ത മെഷീനെ നമുക്കത് റീസ്റ്റാർട്ട് ചെയ്യണം. സോ ഇറ്റ് മൈറ്റ് റിക്വയർ സം സർവീസസ് ഓർ അസിസ്റ്റൻസ്. ദെൻ ആഫ്റ്റർ ദാറ്റ് അത് റീസ്റ്റാർട്ട് ചെയ്തതിനു ശേഷമായിരിക്കും ദറ്റ് പ്രോസസ് വിൽ ബി കണ്ടിന്യൂ. സോ അതുവരെയുള്ള പ്രോഡക്ട്സ്, അത്രയും അൺപ്രോസസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് അവിടെ വേസ്റ്റ് ആയി പോയേക്കാം. സോ ഇതിനെ തടയാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ പുട്ട് സം സെൻസേഴ്സ്. ഈ മെഷീനറീസിലൊക്കെ നമുക്ക് സെൻസേഴ്സിനെ ആഡ് ചെയ്യാം. സോ ഈ സെൻസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മെഷീൻസിന്റെ മേ ബി അത് ബ്രേക്ക് ആവുന്നതിന് മുൻപ് സം സിഗ്നൽസ് അത് മേ ബി പ്രൊഡ്യൂസ് ചെയ്തേക്കാം. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഒരു മെഷീൻ സ്റ്റോപ്പ് ആവുന്നതിന് മുമ്പ് മേ ബി അതിന്റെ വൈബ്രേഷനിൽ ഡിഫറൻസ് വന്നേക്കാം, അല്ലെങ്കിൽ അത് എന്തെങ്കിലും സൗണ്ട് ജനറേറ്റ് ചെയ്തേക്കാം, അല്ലെങ്കിൽ അത് മേ ബി അതിന്റെ ടെമ്പറേച്ചറിൽ എന്തെങ്കിലും വേരിയേഷൻസ് വന്നേക്കാം. സോ ഇങ്ങനെയൊക്കെയുള്ള ചേഞ്ചസ് കാണിച്ചേക്കാം. സോ ഇതിനെ ക്യാപ്ചർ ചെയ്യുന്ന സെൻസേഴ്സിനെ ആഡ് ചെയ്യാന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. സോ ദിസ് സെൻസേഴ്സ് ആർ ഗോയിങ് ടു കോൺസ്റ്റന്റ്ലി കീപ് ട്രാക്ക് ഓഫ് ഓൾ ദ മെഷീൻ സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പൊ ഈ ഒരു ഡാറ്റ ഒരു അനലിസ്റ്റ് യൂസ് ചെയ്യുവാണെങ്കിൽ ആ ഡാറ്റ ഉപയോഗിച്ച് ഹി ക്യാൻ ഫൈൻഡ് ഔട്ട് ഓക്കെ ഏത് ടൈമിലാണ് ഇത് ബ്രേക്ക് ആവാൻ പോകുന്നത് എന്ന് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. സോ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ മെഷീൻ ബ്രേക്ക് ഡൗൺ ആവുന്നതിന് മുൻപ് തന്നെ വി ക്യാൻ ഗെറ്റ് ദ സർവീസ് ഡൺ ആൻഡ് അവിടെ പ്രോഡക്ട്സ് ഒന്നും അല്ലെ അൺപ്രോസസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒന്നും വേസ്റ്റ് ആയി പോകുന്നില്ല എന്ന് നമുക്ക് എൻഷുർ ചെയ്യാം. സോ ദാറ്റ് ഈസ് ഹൗ അനാലിറ്റിക്സ് ക്യാൻ ഹെൽപ്പ് ഇൻ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. സോ ലൈക്ക് വൈസ് നമുക്ക് അനാലിറ്റിക്സിനെ ഈ പറഞ്ഞ ഏത് ഡൊമൈനിൽ വേണമെങ്കിലും അപ്ലൈ ചെയ്യും. സോ ഇനി ഞാൻ പറഞ്ഞു ഡിഫറെന്റ് ഡൊമൈൻസിൽ അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു. സോ A² സ്റ്റുഡൻസ്, നമ്മുടെ സ്റ്റുഡൻസ് ചെയ്ത കുറച്ച് പ്രോജക്ട്സ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. യു ക്യാൻ സി നമുക്കിത് പല ഡൊമൈൻസിലുള്ള പ്രോജക്ട്സ് ഉണ്ട്. ഐ ഹാവ് നോട്ട് ഇൻക്ലൂഡഡ് ഓൾ ദോസ് പ്രോജക്ട്സ്. ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് പ്രോജക്ട്സ് ആർ ദേർ. അതിൽ സം ഓഫ് ദ ബെസ്റ്റ് പ്രോജക്ട്സ് ആണ് ഞാൻ ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഫോർ എക്സാമ്പിൾ ഞാൻ ഇന്ത്യ ടൂറിസം അനാലിറ്റിക്സ് എന്ന് പറയുന്ന ഈ ഒരു project I'll just show you. Okay, so this is a project done based on Indian tourism data. So ഇത് ഇന്ത്യൻ ടൂറിസം അതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് എടുത്ത ഡാറ്റ യൂസ് ചെയ്ത് ചെയ്തൊരു പ്രൊജക്റ്റ് ആണ്. സോ ഇഫ് ഐ ഗോ ടു ദ ഓവർവ്യൂ പേജ്, സോ ഈ ഒരു പ്രൊജക്റ്റിൽ കവർ ചെയ്തിരിക്കുന്നത് ലൈക്ക് ഫോറിൻ ടൂറിസ്റ്റ് അറൈവൽ ഓവർവ്യൂ, ദെൻ പർപ്പസ് ഓഫ് വിസിറ്റ് അനാലിസിസ്, ദെൻ സ്റ്റേറ്റ് വൈസ് ടൂറിസം പെർഫോമൻസ്, ദെൻ ടൂറിസം ഫോറിൻ എക്സ്ചേഞ്ച് ഏർണിംഗ്സ് ആൻഡ് റെസിപ്റ്റ്, ദെൻ ടൂറിസം എക്കണോമിക് ഇമ്പാക്ട്. സോ ഈ ഒരു
ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഈസ് ദാറ്റ് പേജ് ഇസ് ഓൾ അബൌട്ട്, അല്ലെ ആ ഒരു പെർട്ടിക്കുലർ റിപ്പോർട്ട് പേജിൽ എന്താണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഒരു ബ്രീഫ് ഐഡിയ കിട്ടും. സോ ഇതിൽ ഇഫ് ഐ ഗോ ടു ദ റിപ്പോർട്ട്, എക്സ്പ്ലോർ ദ റിപ്പോർട്ട് എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, സോ ഇത് ഫോറിൻ ടൂറിസ്റ്റ് അറൈവൽസ് ഇൻ ഇന്ത്യ. സോ പീക്ക്, ഐ മീൻ പോസ്റ്റ് ആൻഡ് പ്രീ പാൻഡമിക് ഒരു കമ്പാരിസൺ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ദെൻ പർപ്പസ് ഓഫ് വിസിറ്റ് എന്നുള്ള പേജ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ, സോ ബേസ്ഡ് ഓൺ ദ പർപ്പസ് ഓഫ് വിസിറ്റ്, ലീഷർ ആൻഡ് ഹോളിഡേ അതിന് എത്ര പേര് വന്നിട്ടുണ്ട്, ദെൻ ഇന്ത്യൻ ഡയസ്പോറ എത്ര പേരാണ് വന്നിട്ടുള്ളത്, ദെൻ ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ റിക്വയർമെന്റ്സിന് എത്ര പേര് വന്നു. സോ യു ക്യാൻ സീ ദ സ്റ്റാറ്റിസ്റ്റിക്സ് ലൈക്ക് ദിസ്. ദെൻ ഇതിൽ തന്നെ സ്റ്റേറ്റ് വൈസ് വിസിറ്റ് എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ടേക്ക് മീ ടു അനദർ പേജ്. സോ ദിസ് ഈസ് അബൌട്ട് ടൂറിസം. ഈ ഒരു പ്രോജക്റ്റ് ടോട്ടലി ടൂറിസം ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ്, അല്ലെ ടൂറിസം റിലേറ്റഡ് ഡാറ്റ വെച്ചിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ്. ദെൻ യു ക്യാൻ ഫൈൻഡ് ഊബർ ട്രിപ്പ് ഇൻസൈറ്റ്സ് 2024. 2024 യൂബർ ട്രിപ്സിന്റെ ഡാറ്റ അനാലിസിസ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. സോ ഇതിൽ തന്നെ ദിസ് ദ ഫ്രണ്ട് പേജ്. അപ്പൊ ഇവിടെ തന്നെ എത്ര UPI പേയ്മെന്റ്, എത്ര ക്യാഷ് പേയ്മെന്റ്, എത്ര ഡെബിറ്റ് കാർഡ്, എത്ര ക്രെഡിറ്റ് കാർഡ്, സോ ഓരോ മീഡിയംസ് ത്രൂ എത്ര ക്യാഷ് പേ ചെയ്തിട്ടുണ്ട്, യൂബർ വാലറ്റ് എത്ര, സോ ഓരോ മീഡിയം ത്രൂ എത്ര സെയിൽസ് അല്ലെങ്കിൽ എത്ര ക്യാഷ് ഏൺ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് കാണാം. സോ ദിസ് ഇസ് സം സാമ്പിൾ ഡാറ്റ, എക്സാക്ട് ഡാറ്റ അല്ല. ദെൻ ഇതിൽ തന്നെ ഇഫ് ഐ ഗോ ടു ലൈക്ക് ഓവർവ്യൂ അനാലിസിസ്, സോ ദിസ് ഇസ് ദി ഓവർവ്യൂ. അപ്പോൾ ഇത് ഒരു 2024 ഡാറ്റ വെച്ചിട്ട് ചെയ്തൊരു പ്രോജക്റ്റ് ആണ്. സോ ആ ഒരു പെർട്ടിക്കുലർ ഇയറിലുള്ള ഡീറ്റെയിൽസ് ആണ് കാണിച്ചിട്ടുള്ളത്. സോ ടോട്ടൽ ബുക്കിംഗ്സ് ഇത്രയാണ്, ടോട്ടൽ ട്രിപ്പ് ഡിസ്റ്റൻസ് കവേർഡ് ഇത്രയാണ്, ആവറേജ് ട്രിപ്പ് ടൈം, ദെൻ ആവറേജ് റൈഡ് ഡിസ്റ്റൻസ്, ആവറേജ് ബുക്കിംഗ് വാല്യൂ, ടോട്ടൽ റവന്യൂ, ഒരു ലൈക്ക് ബ്രീഫ് സ്റ്റാറ്റിസ്റ്റിക്സ് കാണാം. അത് കൂടാതെ യു ക്യാൻ സീ ദ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ലൈക്ക് ദിസ്. ടോട്ടൽ റവന്യൂ ബൈ പേയ്മെന്റ് മെത്തേഡ്, UPI ത്രൂ എത്ര പെർസെൻറ്റേജ് പോയിട്ടുണ്ട്, ദെൻ ഡെബിറ്റ് കാർഡ് എത്ര, ക്രെഡിറ്റ് കാർഡ് എത്ര, ദെൻ ട്രിപ്പ് ടൈപ്പിനെ ബേസ് ചെയ്തിട്ട് ഡേ ആൻഡ് നൈറ്റിൽ എത്ര ട്രിപ്സ് ആൻഡ് വാട്ട് ഈസ് ദ റേഷ്യോ റവന്യൂ എന്ന് നമുക്ക് ഇവിടെ കാണാം. ദെൻ വെഹിക്കിൾ ടൈപ്പ് ത്രൂ എത്ര ഏൺ ചെയ്തിട്ടുണ്ട്, ദെൻ ബേസ്ഡ് ഓൺ ദിസ് ഡാറ്റ മോസ്റ്റ് ഫ്രീക്വന്റ് പിക്കപ്പ് പോയിന്റ് ഇതാണ്, ഡ്രോപ്പ് ഓഫ് പോയിന്റ് ഇതാണ്, ദെൻ ഡേ വൈസ് ഉള്ള പിക്കപ്പ് നമുക്ക് കാണാം, എപ്പോഴാണ് കൂടുതൽ ബുക്കിംഗ്സ് വരുന്ന, ലൈക്ക് ഫ്രം 0 to 31, 1 to 31 ഡേയ്സിൽ ഏറ്റവും കൂടുതൽ പിക്കപ്പ് വരുന്ന ഡേ വൈസ് സ്റ്റാറ്റിസ്റ്റിക്സ് കാണാം. ദെൻ നെക്സ്റ്റ് പേജിൽ പോയി കഴിഞ്ഞാൽ ലൈക്ക് റവന്യൂ ആൻഡ് റൈഡ് ഇൻസൈറ്റ്സ്. സോ ഐ ക്യാൻ സീ ദ ഡീറ്റെയിൽസ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ടൈം, ലൈക്ക് ഓവർ rides over time by status from January to December. നമുക്ക് ലൈക്ക് ക്യാൻസൽഡ് എത്ര, ക്യാൻസൽഡ് ബൈ ഡ്രൈവർ, കസ്റ്റമർ, കംപ്ലീറ്റഡ് എത്ര, ഇൻകംപ്ലീറ്റ്, നോ ഡ്രൈവർ ഫൗണ്ട്, ഓരോന്നിന്റെയും സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്കൊരു ലൈൻ ചാർട്ടിൽ കാണാൻ പറ്റും. അതുപോലെ വെഹിക്കിൾ ടൈപ്പ് അനാലിസിസ്, ഓട്ടോ എത്ര ബുക്ക് ചെയ്തു, ഗോമിനി എത്ര, ഗോ സെഡാൻ, ബൈക്ക്, പ്രീമിയം സെഡാൻ, അങ്ങനെ നമുക്ക് ഓരോ വെഹിക്കിൾ ടൈപ്പിലും എത്ര ബുക്കിംഗ്സ് വന്നു എന്ന് കാണാൻ പറ്റും. ദെൻ ക്വാർട്ടർ വൈസ് റവന്യൂ അനാലിസിസ് ഉണ്ട്. സപ്പോസ് ഇഫ് യു വോണ്ട് ടു സീ ഫോർ എ പെർട്ടിക്കുലർ ഡ്യൂറേഷൻ, ഇപ്പൊ ഇത് January 1, 2024 തൊട്ട് 2024 December 30th വരെയുള്ള ഡ്യൂറേഷന്റെ ഡാറ്റയാണ് കാണുന്നത്. സപ്പോസ് ഇഫ് യു വാണ്ട് ടു ചേഞ്ച് ഇറ്റ്, നമുക്കിപ്പോ എനിക്ക് January 1 തൊട്ട് January 31 വരെയുള്ളത് മാത്രം കണ്ടാൽ മതി. സോ ഐ ക്യാൻ ഗോ ഫോർ ദാറ്റ്. സോറി, ഡിസംബർ അല്ല, ലെറ്റ് മീ ചൂസ്. സോ ജാനുവരിയിൽ മാത്രം സ്റ്റാറ്റിസ്റ്റിക്സ് കണ്ടാൽ മതിയെങ്കിൽ ഐ ക്യാൻ ചൂസ് ദാറ്റ് ഡ്യൂറേഷൻ ഫ്രം ദിസ്. സോ ആ ഒരു പെർട്ടിക്കുലർ മന്തിന്റെ മാത്രം ഡാറ്റ ആയിരിക്കും നമ്മളിപ്പോൾ കാണുന്നത്. സോ ദിസ് ഇസ് എ ഡൈനാമിക് റിപ്പോർട്ട് ക്രിയേറ്റഡ് യൂസിങ് പവർ BI. പവർ BI എന്നുള്ള വിഷ്വലൈസേഷൻ ടൂൾ യൂസ് ചെയ്ത് ജനറേറ്റ് ചെയ്ത റിപ്പോർട്ട്സ് ആണിതിൽ. സോ ബിസിനസ് ആൻഡ് ഡാറ്റ അനാലിറ്റിക്സിന്റെ ഫ്യൂച്ചർ സ്കോപ്പ് എന്തൊക്കെയാണെന്ന് നോക്കാം, ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. സോ ബിസിനസ് അനലിസ്റ്റ് എന്നുള്ള റോൾ 9% ഗ്ലോബലി ഗ്രോ ചെയ്യുന്നുണ്ട്. അതായത് ആവറേജ് കരിയർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫാസ്റ്റർ ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു റോളാണ് ബിസിനസ് അനാലിറ്റിക്സ് റോൾ എന്ന് പറയുന്നത്.
സോ 9% ഗ്ലോബലി അതിന് ഗ്രോത്ത് ഉണ്ട്. ആൻഡ് ഇതിന്റെ വേറൊരു ലൈക്ക് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ടോപ്പ് പേയിങ് റോൾ ആണ് അനാലിറ്റിക്സ് എന്ന് പറയുന്നത്. ഇഫ് യു ക്യാൻ ഗെറ്റ് എ ജോബ് ഇൻ അനാലിറ്റിക്സ് കരിയർ, ഇറ്റ് ഈസ് ഗോയിങ് ടു ബി വൺ ഓഫ് ദ ടോപ്പ് പേയിങ് റോൾസ്. കോമ്പറ്റേറ്റീവ് സാലറീസ് ഉണ്ടാവും, സോ ഹൈ ഡിമാൻഡ് ആണ്. ദെൻ ഡാറ്റ ഡ്രിവൺ ഫ്യൂച്ചർ, അതായത് ഇനി അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ലൈക്ക് ഡാറ്റ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, വെരി ക്രൂഷ്യൽ. ഇപ്പൊ എല്ലാ കമ്പനീസും ഡാറ്റ യൂസ് ചെയ്യുന്നുണ്ട്. സോ ആ ഡാറ്റ തന്നെ യൂസ് ചെയ്ത് അവർക്ക് അവരുടെ ബിസിനസ്സിനെ ബെറ്റർ ആക്കാം. സോ ഡാറ്റ ഡ്രിവൺ ഫ്യൂച്ചർ ആണ് ഇനി അങ്ങോട്ടുള്ളത്. അതുപോലെ തന്നെ ഇൻഡസ്ട്രി വേഴ്സറ്റാലിറ്റി. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ദർ ഇസ് ഡാറ്റ, ദർ ഇസ് അനാലിറ്റിക്സ്. എവിടെയൊക്കെ ഡാറ്റ ഉണ്ടോ അവിടേക്ക് നമുക്ക് അനാലിറ്റിക്സ് അപ്ലൈ ചെയ്യാം. സോ IT, ഹെൽത്ത് കെയർ, ഫിനാൻസ്, റീറ്റെയിൽ, ബാങ്കിങ്, ഏതൊരു ഡൊമൈൻ എടുത്താലും അനാലിറ്റിക്സിന് അവിടെ ഒരു റോൾ ഉണ്ട്. സോ ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് അനാലിറ്റിക്സ്. ദെൻ ഒരു ആവറേജ് ജോബിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് 3 to 5% ആണെങ്കിൽ അനാലിറ്റിക്സ് റോൾസ് ഗ്രോ ചെയ്യുന്നത് അതിന്റെ ഡബിൾ റേറ്റിലാണ്, ലൈക്ക് 9% ജോബ് ഗ്രോത്ത്. സോ അപ് ടു 22% ഗ്രോത്ത് ആണ് എമർജിംഗ് മാർക്കറ്റ്സിൽ. സോ ഞാൻ പറഞ്ഞതുപോലെ ലൈക്ക് ഫിനാൻസ്, ഹെൽത്ത് കെയർ, ദെൻ ബാങ്കിങ്, അങ്ങനെയുള്ള ലൈക്ക് ഡൊമൈൻസിൽ 22% ഗ്രോത്ത് ഇതിന് വരുന്നുണ്ട്. ഇതൊരു ലൈക്ക് ഗ്ലോബലി നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾവേസ് വൺ ഓഫ് ദ റോൾ, ടോപ്പ് ഇൻ ഡിമാൻഡ് റോൾ ആണ് നമുക്ക് പറയാം. എല്ലാ ഇൻഡസ്ട്രീസിലും ഇതിന് റിക്വയർമെന്റ്സ് ഉണ്ട്. ഇനി ഇതിന്റെ ജസ്റ്റ് ഒരു ലൈക്ക് ഫ്യൂച്ചർ ഡിമാൻഡ് ഗ്രോത്ത് ഫോർ അനാലിറ്റിക്സ് പ്രൊഫഷണൽസ് 2026 26 to 2030 ആ ഒരു ഡ്യൂറേഷനിൽ ഓരോ സെക്ടറിലും ഉള്ള ഗ്രോത്ത് നമുക്ക് നോക്കാം. സോ ഹെൽത്ത് കെയർ ആൻഡ് ലൈഫ് സയൻസസിൽ അറൌണ്ട് 26.8% ഗ്രോത്ത് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. സപ്ലൈ ചെയിൻ ആൻഡ് ലോജിസ്റ്റിക്സിൽ 24.2% ഗ്രോത്ത്. ദെൻ ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസിൽ 21.5% ഗ്രോത്ത് ഉണ്ട്. ഇ കൊമേഴ്സ് ആൻഡ് റീറ്റെയിലിൽ 19.8%, മാർക്കറ്റിംഗ് ആൻഡ് റിലേറ്റഡ് ഫീൽഡിൽ 17.5% ഗ്രോത്ത് ആണ് കാണാൻ പറ്റുന്നത്. സോ അതുപോലെ തന്നെ യു ക്യാൻ സീ ദ സാലറി ട്രെൻഡ്സ് ആസ് വെൽ. സോ എൻട്രി ലെവലിൽ, അതായത് 0 to 2 years ഓഫ് എക്സ്പീരിയൻസിൽ യു ക്യാൻ സീ അറൌണ്ട് 5 lakh, 4 to 6 lakhന് ഇടയ്ക്കാണ് ലൈക്ക് ആ ഒരു സാലറി റേഞ്ച് വരുന്നത്. ഒരു മിഡ് സീനിയർ ലെവൽ ആണെങ്കിൽ ലൈക്ക് 3 to 5 years ഒരു 8 and 14 lakhന് ഇടയ്ക്കുള്ള സാലറി റേഞ്ച് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ സീനിയർ ഓർ ലീഡ് റോൾ ആണെങ്കിൽ ലൈക്ക് 5 to 8 years ഓഫ് എക്സ്പീരിയൻസ് വിത്ത് ലൈക്ക് നെസസറി ടൂൾസ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ലൈക്ക് 15 to 25 lakhsന് ഇടയ്ക്കുള്ള സാലറി നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് 8+ years നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അനാലിറ്റിക്സ് പ്രൊഫഷണൽ ആയിട്ട് 8+ years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ യു ക്യാൻ എക്സ്പെക്ട് അറൌണ്ട് 22 to 35 lakhs per annum. That is what you can expect from this role. ഇനി ഒരു സക്സസ്ഫുൾ ഡാറ്റ അനാലിറ്റിക്സ് കരിയർ നമുക്ക് എങ്ങനെ ബിൽഡ് ചെയ്യാൻ നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ടത് ഒരു ഡിഗ്രിയാണ്. ഡിഗ്രി, ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക. സോ യു ഷുഡ് ഹാവ് എ ഡിഗ്രി. ദെൻ റിയൽ വേൾഡ് പ്രോജക്ട്സ് ചെയ്ത് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കിട്ടുക. സോ യു ക്യാൻ ബിക്കം ആൻ അനലിസ്റ്റ് ബൈ ഡൂയിങ് പ്രോജക്ട്സ് ലൈക്ക് ബൈ വർക്കിംഗ് വിത്ത് ദി ഡാറ്റ. സോ ഡാറ്റ ഇൻവോൾവ് ചെയ്ത് പ്രോജക്ട്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പിൽ വരുന്നത്. ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് ബിൽഡ് ചെയ്യുക. ലൈക്ക് യു ഷുഡ് നോ SQL, യു ഷുഡ് നോ Excel, യു ഷുഡ് നോ വിഷ്വലൈസേഷൻ ടൂൾസ് ലൈക്ക് Power BI. സോ ടൂൾസ് ആൻഡ് ഫ്രെയിംവർക്സിൽ നോളജ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. Then work on business challenges. So problem solving skills gain ചെയ്യണം. So technical skills മാത്രം പോരാ. You should have the problem solving skills. You should have analytical thinking ability. You should always question yourself. So ഇങ്ങനെയുള്ള എബിലിറ്റീസ് അത് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു വർക്ക് ഓൺ എ പ്രൊജക്ട്. ഒരു റിയൽ വേൾഡ് പ്രൊജക്റ്റിൽ വർക്ക് ചെയ്താൽ മാത്രമേ, ബിസിനസ് ചാലഞ്ചസിൽ നിങ്ങൾ വർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഒരു സ്കിൽ ഗെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ദെൻ you should have good network. നിങ്ങൾക്ക് നോളജ് ഉണ്ടായിട്ട് കാര്യമില്ല. Other people should know that you have knowledge. So networking is important. Industry experts-ആയിട്ട് engage ചെയ്ത് you should be able to showcase your skills, showcase your knowledge for career growth. So that is how you can land on a successful analytics career. So ഇനി സപ്പോസ് നിങ്ങൾ ആമസോൺ മാനേജർ ആണെന്ന് വിചാരിക്കാം. And the CEO comes and says സെയിൽസ് 18% ഡ്രോപ്പ് ആയി. കണ്ടുപിടിക്കും വാട്ട് ഈസ് ദ റീസൺ എന്ന് നിങ്ങളോട് ചോദിച്ചാൽ, ആസ് ആൻ അനലിസ്റ്റ് യു മേ നോട്ട് ബി ഏബിൾ ടു ആൻസർ ദ ക്വസ്റ്റ്യൻ റൈറ്റ് നൗ. പക്ഷേ അനാലിറ്റിക്സ് കോഴ്സ് ഫ്രം A Square നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ you will definitely be able to answer why the sales dropped and what all could be the solutions.
And that's all in this demo session. Thank you.